ഇനി നമുക്ക് നാലാമത്തെ സെക്ഷനാണ് സബ്സീക്വൻസ് ആൻഡ് ദ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സബ്സീക്വൻസ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സീക്വൻസ് നമ്മൾ പറഞ്ഞു, സീക്വൻസ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ എക്സ് എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ. അപ്പോൾ അതിൻ്റെ അകത്ത് എലമെൻറ്റുകൾ എങ്ങനെയാണ്? x1, x2, x3. ഇതിൻ്റെ അകത്ത് റെപ്പറ്റീഷൻസ് വരാം, പക്ഷേ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് x1, സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് x2, തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് x3, എക്സെട്ര xn. എൻഡ് എലമെൻറ്റ് നമ്മൾ xn അങ്ങനെ അങ്ങ് പോവുക. അങ്ങനെയാണ് എങ്കിൽ ഈ ഒറിജിനൽ സീക്വൻസിൻ്റെ അകത്ത് കുറച്ച് ടേമുകൾ മാറ്റിയിട്ട് ഉള്ള സീക്വൻസ്, കുറച്ച് ടേമുകൾ മാത്രം മാറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഡ് ടേമുകൾ മാത്രം എടുക്കുക. ഓഡ് ടേമുകൾ മാത്രം എടുക്കുമ്പോൾ x1, x3, x5 എക്സെട്ര എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോൾ അതിൻ്റെ nth ടേം എന്ന് പറയുന്നത് 2n+1 ആയി, 2n-1 ആയിരിക്കും nth ടേം. 1 സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് n=1 കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും, n=2 കൊടുക്കുമ്പോൾ 3 കിട്ടും. അങ്ങനെ അതായിരിക്കും അതിൻ്റെ nth ടേം. ഇതൊരു ഒറിജിനൽ സീക്വൻസിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണുള്ള ഒരു സീക്വൻസാണ്, പക്ഷേ ഇവിടെ എന്താണ്, കുറച്ച് ടേമുകൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതൊരു സബ് സീക്വൻസാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു സീക്വൻസ് നമുക്ക് എടുക്കാം. x1 എടുത്തിട്ട് ഒരു x4 എടുത്തു, പിന്നെ നമ്മളൊരു പ്രത്യേകിച്ചൊരു ഓർഡറിങ് ഒന്നുമില്ല, പിന്നെ നമ്മൾ x8 എടുത്തു, ഇങ്ങനെ പോവാം. അപ്പോൾ കുറച്ച് ടേമുകൾ മാത്രം ഇതിൻ്റെ അകത്തില്ല, ബാക്കിയുള്ളത് അതുപോലെ x7 തൊട്ടുള്ളതെല്ലാം അതുപോലെ തന്നെ പോയി. ഇതും ഒരു സബ് സീക്വൻസാണ്. ഇനി നമ്മൾ x1 എടുത്തു, x5 എടുത്തു, x10 എടുത്തു, x11 എടുത്തു, x20 എടുത്തു, ഇങ്ങനെ പോയാൽ അതും ഒരു സബ് സീക്വൻസാണ്. ഇതിൻ്റെ അതിന് കുറച്ച് ടേമുകളൊക്കെ ഇടയ്ക്ക് മിസ്സാവുന്നുണ്ട്, പക്ഷേ ഒറിജിനൽ സീക്വൻസിൻ്റെ അതേ ഓർഡർ കീപ്പ് ചെയ്തു. പക്ഷേ അതിന് പകരം ഇവിടെ നമ്മൾ x1 എടുത്തു, പിന്നെ ഒരു x4 എടുത്തു, പിന്നെ നമുക്ക് x2 എടുക്കാൻ പറ്റില്ല. x4 എടുത്തു കഴിഞ്ഞാൽ പിന്നെ x2 എടുക്കാൻ പറ്റില്ല. ഒറിജിനൽ ഓർഡർ അതുപോലെ കീപ്പ് ചെയ്യണം. കുറച്ച് ടേമുകൾ മിസ്സായാലും പ്രശ്നമില്ല, പക്ഷേ ഒറിജിനൽ ഓർഡർ അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സബ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സബ് സീക്വൻസ് ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ സീക്വൻസ് xn എന്ന് പറയുന്നത് നമ്മൾ ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു, എന്നിട്ട് നമ്മൾ ഒരു n1, n2, n3 എന്നും പറഞ്ഞ് നമ്മൾ ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന് ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യുക. n1 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്, അതിനേക്കാളും വലുതാണ് n2, അതിലും വലുതാണ് n3, എക്സെട്ര. നമ്മൾ nk എന്നും പറഞ്ഞ് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ xnk എന്നുള്ള സീക്വൻസ്, xnk എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ, അതിൻ്റെ അകത്ത് ഫസ്റ്റ് എലമെൻറ്റ് xn1, സെക്കൻഡ് എലമെൻറ്റ് xn2. അപ്പം n1 n2 n3 എക്സെട്ര nk ഫോമിൽ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ സീക്വൻസ് എലമെൻറ്റ് xn1, xn2, xn3 എന്നും പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ അകത്ത് n1 എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറുത്, n2 എന്ന് പറയുന്നത് അതിനേക്കാളും വലുതാണ്, n3 അതിലും വലുതാണ്. അപ്പം നമുക്ക് ഒറിജിനൽ ഓർഡറിൽ തന്നെയായിരിക്കും പോകുന്നത്. അപ്പം സീക്വൻസിൻ്റെ ഒറിജിനൽ ഓർഡറിന് വ്യത്യാസം വരുന്നില്ല, സീക്വൻസിലെ എലമെൻറ്റുകളുടെ ഒറിജിനൽ ഓർഡറിന് വ്യത്യാസം വരുന്നില്ല, പക്ഷേ സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സബ് സീക്വൻസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് സീക്വൻസ് 1/n കുറേ സബ് സീക്വൻസുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈവൻ പൊസിഷനുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ സീക്വൻസ് 1/n, ഒറിജിനൽ സീക്വൻസിലെ കുറച്ച് എലമെൻറ്റുകൾ മാറ്റിയിട്ടുള്ളൊരു സീക്വൻസാണ്, പക്ഷേ ഒറിജിനൽ ഓർഡർ പ്രിസർവ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ 1/2 ശേഷമാണ് 1/4 ഒറിജിനൽ സീക്വൻസിൽ വരുന്നതെങ്കിൽ സബ് സീക്വൻസിൻ്റെ അകത്തും 1/2 1/4 ഉള്ളപ്പോൾ അതേ ഓർഡറിൽ തന്നെ വരണം. ഇപ്പം നമ്മൾ 1/2, 1/4, 1/6 എക്സെട്ര 1/2k, അതായത് ഈവൻ പൊസിഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു സബ് സീക്വൻസാണ്. ഓഡ് പൊസിഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു സബ് സീക്വൻസാണ്. 1/3, 1/5 എക്സെട്ര എന്ന് പറഞ്ഞ് എടുത്താൽ. പിന്നെ നമുക്ക് 1/2 ഫാക്ടോറിയൽ, 1/4 ഫാക്ടോറിയൽ, 1/6 ഫാക്ടോറിയൽ ഇങ്ങനെ എടുത്താലും അതും ഒറിജിനൽ ഓർഡർ തന്നെ പ്രിസർവ് ചെയ്യും. കാരണം 1/2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1/2 ആണ്, 1/4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1/24 ആണ്, 1/6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1/720. നോക്കി, ഒറിജിനൽ ഓർഡർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അതായത് 24 എന്ന് പറയുന്നത് 2-നേക്കാളും മുന്നേ വരുന്ന നമ്പറല്ല, 2-ന് ശേഷം വരുന്ന നമ്പറാണ് 24 എന്ന് പറയുന്നത്. അപ്പം ഒറിജിനൽ സീക്വൻസിൽ 24th എലമെൻറ്റാണിത്, ഒറിജിനൽ സീക്വൻസ് സെക്കൻഡ് എലമെൻറ്റാണ്. ഇപ്പോൾ ഒറിജിനൽ സീക്വൻസിൻ്റെ അകത്തെ സെക്കൻഡ് എലമെൻറ്റും ഒറിജിനൽ സീക്വൻസിൻ്റെ അകത്തെ 24th എലമെൻറ്റും ഒറിജിനൽ സീക്വൻസിൽ 720th എലമെൻറ്റുമാണ് ഇതിൻ്റെ അകത്തെ എലമെൻറ്റുകളായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ 1/4 ഫാക്ടോറിയൽ ആദ്യം വന്നിട്ട് 1/2 ഫാക്ടോറിയൽ വരാൻ പറ്റില്ല, കാരണം 24ന് ശേഷം 2 വരാൻ പറ്റില്ല. ഒറിജിനൽ സീക്വൻസിലെ ഓർഡറിൽ തന്നെ, അതായത് ഒറിജിനൽ സീക്വൻസിൽ 2 കഴിഞ്ഞിട്ട് 24 വരും. അപ്പം സബ് സീക്വൻസിൻ്റെ അകത്തും 2 കഴിഞ്ഞിട്ട് 24 വരാൻ പാടുള്ളൂ. അതേ ഉള്ളൂ നമ്മൾ പറയുന്ന റെസ്ട്രിക്ഷൻ.
ഇനി തന്നെ സബ്സീക്വൻസ് അല്ലാത്ത 1-2 എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തേക്കുന്നത് 1/2 കഴിഞ്ഞ് 1 വന്നാൽ 1/4, 1/3, 1/6, 1/5 എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒറിജിനൽ സീക്വൻസിലെ എലമെൻറ്റുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്തും വന്നേക്കുന്നത്. പക്ഷേ ഓർഡറിന് വ്യത്യാസമുണ്ട്. 1/2 എന്ന് പറയുന്നത് 1-ന് ശേഷം വരേണ്ട നമ്പർ, 1/2-ന് ശേഷം 1-ന് വരാൻ പറ്റില്ല. അതുപോലെ തന്നെ 1/3 എന്ന് പറയുന്നത് 1/4-ന് മുന്നേ വരേണ്ട നമ്പറാണ്. അപ്പോൾ 1/4-ന് ശേഷം 1/3 വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു സബ്സീക്വൻസ് അല്ല. അതുപോലെ നമ്മൾ 1, 0, 1/3, 0, 1/5, 0 എന്നും പറഞ്ഞ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഒറിജിനൽ സീക്വൻസിൻ്റെ 1ഉം 1/3, 1/5 ഒക്കെ ഒറിജിനൽ സീക്വൻസിലുള്ള. പക്ഷേ ഈ 0 എന്ന് പറയുന്ന നമ്പറുകൾ, ഈവൻ പൊസിഷനിലെ നമ്പർ 0ആണ്. അത് ഒറിജിനൽ സീക്വൻസിലില്ല. ഒറിജിനൽ സീക്വൻസിലുള്ള അതേ നമ്പറുകൾ മാത്രമേ സബ്സീക്വൻസിൻ്റെ അകത്തും വരാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സീക്വൻസിലെ തന്നെ സെയിം എലമെൻറ്റുകൾ, പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് എല്ലാ എലമെൻറ്റുകളും എടുക്കുന്നില്ല. അപ്പോൾ ഈവൻ പൊസിഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു സബ്സീക്വൻസാണ്. ഓഡ് പൊസിഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു സബ്സീക്വൻസാണ്. അപ്പോൾ ഒറിജിനൽ ഓർഡർ ഉള്ള എലമെൻറ്റുകൾ, അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന സബ്സീക്വൻസിൽ നമ്മൾ എടുക്കുന്ന എലമെൻറ്റുകൾ ഒറിജിനൽ സീക്വൻസിലെ ഓർഡർ പ്രിസർവ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു സബ്സീക്വൻസ് ഫോമിലൊരു സാധനം കണ്ടു. നമ്മൾ എം ടെയിൽ ഡിഫൈൻ ചെയ്തപ്പം എം ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ സീക്വൻസിലെ ആദ്യത്തെ എം ടേംസ് മാറ്റിയിട്ടുള്ള സീക്വൻസിനെയാണ് നമ്മൾ എം ടെയിൽ ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 10 ടെയിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഒറിജിനൽ സീക്വൻസിലെ 10 എലമെൻറ്റ്സ് മാറ്റിയിട്ട് X11 തൊട്ടുള്ള എലമെൻറ്റുകളാണ് നമ്മൾ 10 ടെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് വരും X11 തൊട്ടുള്ള എല്ലാ എലമെൻറ്റുകളും വരും. അപ്പോൾ അതൊരു സബ്സീക്വൻസാണ്. കാരണം ഒറിജിനൽ സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും ഇല്ല, ആദ്യത്തെ 10 ഇല്ല, ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുകളും അതേ ഓർഡർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു സബ്സീക്വൻസ് ആണ്. അപ്പം എം ടെയിൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കേസ് ഓഫ് സബ്സീക്വൻസ് ആണ്. പക്ഷേ എല്ലാ സബ്സീക്വൻസുകളും എം ടെയിൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്ത് ഈവൻ പൊസിഷൻസ് എടുത്തു. 1/2, 1/4, 1/6, 1/8 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തില്ലേ. അപ്പോൾ ഈ 1/2, 1/4, 1/6, 1/8 എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതൊരു എം ടെയിലല്ല. കാരണം എന്താ? ഇവിടെ 1/2-ൽ തുടങ്ങി. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താ? തേർഡ് എലമെൻറ്റ് ഇല്ല. അപ്പോൾ ഇടയ്ക്കത്തെ എലമെൻറ്റുകൾ ഇല്ലെങ്കിൽ അതൊരു എം ടെയിലല്ല. എം ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷമുള്ള എല്ലാ എലമെൻറ്റുകളും വരും, സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും വരും. അപ്പോൾ എം ടെയിൽ എന്ന് പറയുന്നൊരു സബ്സീക്വൻസ് ആണ്. പക്ഷേ എല്ലാ സബ്സീക്വൻസുകളും എം ടെയിൽ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. തിയറം 15. If a sequence x equal to sequence xn of real numbers converges to a real number x, xn converges to a real number x, then any subsequence x dash equal to sequence xnk of x also converges to x. അപ്പോൾ തിയറം പറയുന്നത്രേ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സീക്വൻസും ഏത് സബ്സീക്വൻസ് എടുത്താലും അതും സെയിം പോയിൻറ്റോട്ട് തന്നെ കൺവേർജ് ചെയ്യും. അപ്പം ഗിവൺ എക്സ് എൻ കൺവേർജസ് ടു എക്സ്, എക്സ് എൻ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നതാണ് തന്നേക്കുന്നത്. ഗിവൺ എക്സ് എൻ കൺവേർജസ് ടു എക്സ്, എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്. അപ്പോൾ ഫോർ എവറി എപ്സിലോൺ greater than 0 there exists a k epsilon element natural number k epsilon such that modulus of xn minus x is less than epsilon for all n greater than or equal to k epsilon. നമുക്ക് പറയാമല്ലോ, ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ k epsilon കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to k epsilon. ഇനി നമുക്കറിയാം നമ്മൾ സബ്സീക്വൻസ് എടുത്തേക്കുന്നത് എങ്ങനെയാണ്? എക്സ് എൻ കെ എന്നുള്ള സബ്സീക്വൻസ്. അപ്പോൾ അതിനകത്ത് എലമെൻറ്റുകളിൽ നിന്ന് നമുക്ക് XN1, XN2 എങ്ങനെയല്ലേ പോകുന്നത്? അപ്പോൾ സബ്സീക്വൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് N1 ലെസ് ദാൻ N2 ആ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ സഫിക്സുകൾ ഇൻക്രീസിങ് ഓർഡറിൽ വന്നാലേ നമുക്കത് സബ്സീക്വൻസ് ആവുള്ളൂ. അപ്പോൾ XNKയുടെ സഫിക്സുകൾ നമ്മൾ N1, N2, NK എടുക്കുകയാണെങ്കിൽ N1 ലെസ് ദാൻ N2 ലെസ് ദാൻ എക്സെട്ര NK ലെസ് ദാൻ എക്സെട്ര ആയതുകൊണ്ട് വെൻ n greater than or equal to k epsilon ആകുമ്പോൾ എൻ കെയും ഈ കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം നമ്മൾ ഇപ്പം N1, N2, N3 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ് എടുത്തേക്കുന്നത്. അതിൽ N1 ലെസ് ദാൻ N2 ആണ്. അപ്പോൾ ഇപ്പോൾ N1 എന്ന് പറയുന്നത് ഒരു 2 ആണെങ്കിൽ N2-ന് പിന്നെ 2 ആകാൻ പറ്റും, 2-ൽ കൂടി ഒരു നമ്പർ ആകാനേ പറ്റും. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 4 ആയിരിക്കും. N3 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5 ആയിരിക്കും.
അപ്പോൾ ഈ വണ്ണിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും ഈ ടുവിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും ഈ നമ്പർ. അപ്പോൾ എൻ കെ എന്ന് പറയുന്നത് എപ്പോഴും എൻ കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. കാരണം N1 N2 കെ വരണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആദ്യത്തെ കെ നമ്പേഴ്സ് തന്നെ വരണം. അപ്പോൾ സബ്സീക്വൻസ് ആകുമ്പോൾ എല്ലാ എലമെൻറ്റുകളും വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ അങ്ങനെയാണെങ്കിൽ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ വരുമ്പോഴല്ല നമുക്ക് എൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ എന്ന് പറയാലോ. സോ ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ. അതിൽ നിന്ന് നമുക്ക് എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡെഫിനേഷനാണ് ആദ്യം യൂസ് ചെയ്തത്. ഡെഫിനേഷൻ അനുസരിച്ച് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സബ്സീക്വൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് അങ്ങനെ കുറച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ N1 എന്ന് പറയുന്നത് ചിലപ്പം 2 ആയിരിക്കും, 3 ആയിരിക്കും. എന്തായാലും അത് ഇതിനകത്തെ ഒരു N1 എന്ന് പറയുന്നതാണ് ആ സബ്സീക്വൻസിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സഫിക്സ്. N2 എന്ന് പറയുന്നതാണ് ആ സബ്സീക്വൻസ് സെക്കൻഡ് എലമെൻറ്റിൻ്റെ സഫിക്സ്. അപ്പോൾ നമ്മൾ N1 N2 എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ്. കാരണം സബ്സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ സബ്സീക്വൻസ് ആവും. അപ്പോൾ N1 N2 എൻ കെകളെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഓർഡറിൽ പറയുമ്പം എൻ കെ എന്ന് പറയുന്നത് എന്തായാലും കെയേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും. ഇപ്പോൾ ഇതെല്ലാം 1 2 3 എന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ ഈക്വൽ ടു കെ വരും. എല്ലാ നമ്പേഴ്സും വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ കെ തന്നെയായിരിക്കും കെയേക്കാളും വലുത്. അപ്പോൾ നമുക്ക് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ നമ്മൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ എന്ന് പറയുന്നൊരു നാച്ചുറൽ നമ്പർ. അപ്പോൾ നമ്മൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ എടുത്താൽ നമുക്ക് എൻ കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ വരും. അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ വരുമ്പോഴെല്ലാം നമുക്ക് ഈ കണ്ടീഷനുണ്ട്. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ വരുമ്പോഴെല്ലാം ഈ സീക്വൻസ് ഒറിജിനൽ സീക്വൻസ് വെച്ചിട്ട് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. അപ്പോൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് എൻ കെ മൈനസ് എക്സിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ ഉണ്ട്. സച്ച് ദാറ്റ് വെന്നെവർ എക്സ് എൻ കെ മൈനസ് വെന്നെവർ n k greater than or equal to k epsilon x n k minus x is less than epsilon. Therefore x n k converges to x എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്തു. എന്നിട്ട് സബ്സീക്വൻസിൻ്റെ സഫിക്സുകൾ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണെന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എൻ കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നുള്ള ഒരു ഇതിലോട്ട് മാറി. എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയതുകൊണ്ട് നമുക്ക് കെ ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ വരുമ്പോഴെല്ലാം എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ വരും. അപ്പം ഇവിടെ നിന്ന് എൻ ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ വരുമ്പോഴെല്ലാം ഈ കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ വരുമ്പോൾ എക്സ് എൻ കെ മൈനസ് എക്സിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്താ പറയാം? സീക്വൻസ് എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് എന്ന് പറയാം. അപ്പം ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സീക്വൻസുകളും എല്ലാം അതേ പോയിൻറ്റിലോട്ട് തന്നെ, അതിൻ്റെ ഏത് സബ്സീക്വൻസ് എടുത്താലും അത് സെയിം പോയിൻറ്റിലോട്ട് തന്നെ സീക്വൻസ് കൺവേർജ് ചെയ്ത് അതേ പോയിൻറ്റിലോട്ട് തന്നെ കൺവേർജ് ചെയ്യുമെന്നാണ് നമുക്ക് തിയറം ഫിറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തപ്പോൾ നമുക്ക് പ്രോബ്ലംസ് അതുകൊണ്ട് ചെയ്യാൻ പറ്റും.